വൻ വിവാദം. വോട്ടർമാർക്ക് പണം നൽകി വോട്ടുറപ്പിക്കാൻ ബിജെപി ശ്രമിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ദൃശ്യങ്ങൾ പുറത്ത്. പാലക്കാട് നഗരസഭയോട് ചേർന്ന് നിൽക്കുന്ന കണ്ണാടി മേഖലയിലാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം വീടുകൾ തോറും കയറി വോട്ടർമാർക്ക് നേരിട്ട് പണം നൽകുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഓരോ വ്യക്തിക്കും 5000 രൂപ വീതമുള്ള നോട്ട് കെട്ടുകളാണ് വിതരണം ചെയ്തതെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നു. വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇത്രയധികം തുക നേരിട്ട് കൈമാറുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ദൃശ്യങ്ങൾ പകർത്തിയ പ്രവർത്തകരെ ശോഭാ സുരേന്ദ്രൻ നേരിട്ട് ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. കരണക്കുറ്റി അടിച്ചു തകർക്കുമെന്ന രീതിയിലുള്ള അക്രമാസക്തമായ പ്രതികരണമാണ് സ്ഥാനാർത്ഥിയിൽ നിന്നുണ്ടായത്. കൂടാതെ BJP പ്രവർത്തകർ വീഡിയോ എടുത്തവരുടെ മൊബൈൽ ഫോണുകൾ തട്ടിപ്പറിക്കാനും അവരെ ശാരീരികമായി നേരിടാനും മുതിരുന്നത് വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പണമിടപാട് ദൃശ്യങ്ങൾ പുറത്തായതോടെ ഇത് തിരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ ഭാഗമല്ലെന്നും മറിച്ച് അവശരായവർക്ക് മരുന്ന് വാങ്ങാനും പെൻഷൻ ആവശ്യങ്ങൾക്കുമായി നൽകിയ കാരുണ്യ സഹായമാണെന്നുമാണ് BJP കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത്. പണം വാങ്ങിയ വൃദ്ധരെ അടക്കം ഉപയോഗിച്ച് ഈ വാദം ഉറപ്പിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നിശബ്ദ പ്രചരണ ദിനത്തിൽ സ്ഥാനാർത്ഥി നേരിട്ടെത്തി വൻ തുക കൈമാറുന്നത് ദുരൂഹമാണെന്ന ആരോപണം ശക്തമാണ്. പാലക്കാട്ടെ ത്രികോണ മത്സരത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ ഈ പണമിടപാട് വിവാദത്തിന് സാധിക്കും. വോട്ട് കച്ചവടവും അഴിമതിയും പ്രധാന ചർച്ചാ വിഷയമായി മാറിയ തിരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം പുറത്തുവരുന്ന ഈ വീഡിയോ ബോംബ് BJPക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകാനാണ് സാധ്യത. വോട്ടർമാരെ പണം നൽകി വിലക്കെടുക്കാനുള്ള നീക്കം ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുമെന്നത് നാളെ പോളിംഗ് ബൂത്തിൽ പ്രതിഫലിക്കും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മിറർ.